അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, നമ്മൾ 2ാം ക്ലാസ്സിലാണല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ഖുർആൻ ഓതി ഇങ്ങനെ വരികയാണല്ലേ. ഇൻഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് ഓതണം. ഓതൂലേ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൻ നബ ല്ലേ. അമ്മ യതസാഅലൂൻ. നമ്മൾ 18 ആയത്ത് വരെ ഓതി. ഇൻഷാ അല്ലാഹ് 18ന്റെ ബാക്കിയുള്ള ആയത്തുകളാണ് ഓതുന്നത്. 19ാമത്തെ ആയത്ത് മുതൽ മുമ്പുള്ള 2 ക്ലാസ് ഇതിൻ്റെ അവസാനത്തിൽ കാണിക്കും. ഈ വീഡിയോക്ക് അവസാനമായിട്ട് കാണിക്കും. അപ്പോൾ ആ വീഡിയോ ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, കാണാം. നമ്മുടെ ക്ലാസ് മക്കൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മക്കളൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും പഠിക്കാം. 2 കാര്യമാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നത്. സ്വന്തം ഖുർആൻ പാരായണം നന്നാക്കുകയും അതിന് കൂടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ലൈക്ക്, കാര്യങ്ങളൊക്കെ ഷെയർ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ കാരണം കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ പാരായണം എത്തുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു കൂലി നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതല്ലേ. ഇൻഷാ അല്ലാഹ് 18 ആയത്താണ് ഓതിയത്. 19ാമത്തെ ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹിഫ്ളും കൂടിയും ഒന്ന് നോക്കാം. ഹിഫ്ള് ഏതാണ്? നമുക്കറിയാലോ അല്ലേ. ഹിഫ്ള് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ചെറിയ സൂറത്തുകളാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. അതിങ്ങനെ കേട്ട് എന്ത് ചെയ്താമേ, ഹിഫ്ള് കേട്ട് ഇങ്ങനെ ഓതി പഠിച്ചാൽ മതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وفتحت السماء فكانت أبوابا. وفتحت പിന്നെയുള്ളത് ഒരലിഫ് കാണുന്നുണ്ട് അല്ലേ. അതിൻ്റെ പേര് വസ്ലിൻ്റെ ഹംസത്തുൽ വസ്ലി എന്നാ പറയുക. അതിന് ശേഷം ലാമുണ്ട്. ലാമിന് ഫത്ത് ഗസ്റൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ലാമ് പറയണ്ട. അതിന് കണ്ടില്ല, അലിഫില്ലേ, അലിഫിൻ്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ട്. ആ ചിഹ്നമുള്ള അലിഫൊന്നും എന്ത് ചെയ്യൂല, കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ ഒഴിവാകും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് കൂട്ടി വായിക്കുമ്പോൾ അത് നമ്മൾ പറയില്ല. വഫുത്തിഹത്തി അസ്സമാവെന്ന് പറയില്ലാന്ന്. വഫുത്തിഹത്തിസ്സ, നേരെ ഫുത്തിഹത്തി കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? സീനാണ്. സീന് ശബ്ദുണ്ട്, കട്ടി കൊടുക്കണം. ഫത്ഹാണ് അല്ലേ. വഫുത്തിഹത്തിസ്സ വഫുത്തിഹത്തിസ്സമാഉ. സമാഉ അവിടെ ഒരു അല്ലേ, ഒരു അലിഫുണ്ട്. അതിൻ്റെ മേലെ ഒരു മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. ആ ഒരു വളഞ്ഞ ചിഹ്നം കണ്ടില്ലേ, അതാണ് മദ്. അത് മദ് എന്ന് പറഞ്ഞ എന്താണ്, കുറച്ചുകൂടി നീട്ടണം. വഫുത്തിഹത്തിസ്സമാഉ പോരാ, വഫുത്തിഹത്തിസ്സമാഉ. അങ്ങനെ തന്നെ ഒന്ന് ഓതി നോക്കി മക്കളെ. ഒന്ന് ഓതി, ഉമ്മാക്കൊന്ന് ഓതി കൊടുക്കുക. ഒന്ന് ഓതി കൊടുക്കി. വഫുത്തിഹത്തിസ്സമാഉ ഫകാനത് അബ്വാബൻ എന്നാണുള്ളത് അല്ലേ. അവിടെ നമ്മൾ നിർത്തും അല്ലേ. ആയത്തിൻ്റെ അവസാനമാണ്. കണ്ടില്ല, ആയത്തിൻ്റെ അവസാനം കണ്ടില്ല, ഒരു ചിഹ്നം കണ്ടില്ല, 19 എന്നുള്ള നമ്പർ. അവിടെ ആയത്ത് കഴിയും. അബ്വാബൻ എന്ന് പറയരുത്. നിർത്തുമ്പം അബ്വാബ, തൻവീൻ ഫത്ഹ്, 2 ഫത്ഹ് വന്നാൽ എന്ത് ചെയ്യണം, നിർത്തുമ്പം അബ്വാബ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഒന്ന് നോക്കി നോക്കി. വഫുതിഹത്തിസ്സമാഉ ഫകാനത് അബ്വാബ. അടുത്തത് വസുയ്യിറതി. ഓരോ അക്ഷരം നോക്കി, കിട്ടാത്തവർ ഓരോ അക്ഷരം നോക്കുക. വസുയ്യിറതി. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞു അലിഫാണ് അല്ലേ, വസ്ലിൻ്റെ ഹംസത്തുൽ വസ്ല്.
അത് എന്ത് ചെയ്യൂല, കൂട്ടി വയ്ക്കൂല. പിന്നെയുള്ള ലാം കണ്ടില്ലേ, ആ ലാം ആ ജീമിൻ്റെ മുകളിൽ ലാമുള്ള, അപ്പം ലാമാണ് ആദ്യം പറയേണ്ടത്. ആ ലാമിന് എന്തുണ്ട്, സുക്കൂനുണ്ട്. നേരത്തെ പറഞ്ഞു വഫുത്തിഹത്തി എന്നുള്ളിടത്ത് വഫുത്തിഹത്തിസ, അവിടെ ലാമിന് സുക്കൂനൊന്നുമില്ല. അപ്പം ലാമും ഒഴിവാക്കി, അലിഫ് ഒഴിവാക്കി അല്ലേ. ഇവിടെ അലിഫ് ഒഴിവാക്കി ലാം ഒഴിവാക്കാൻ പറ്റില്ല, ലാമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. അപ്പം എങ്ങനെ കൂട്ടിയേക്കാം, വസുയ്യിറത്തിൽ തിൽ വസുയ്യിറത്തിൽ ജിബാലു, ജിബാലു ചീന്നല്ല ജി, വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. തൻവീൻ ഫത്ത്, ഡബിൾ ഫത്ത്, രണ്ട് ഫത്ത് വന്നിട്ട് സെറാബൻ എന്നല്ല, നിർത്തുമ്പോൾ സെറാബ സെറാബ. വസുയ്യിറത്തിൽ ജിബാലു, നോക്കിയിട്ട് തന്നെ ഓതണം, അക്ഷരം നോക്കിയിട്ട് തിരിഞ്ഞിട്ട് ഓതുക, കാണാതെ ഓതരുത് എന്നർത്ഥം. നമുക്ക് കാണാതെ അറിയില്ലല്ലോ, കുറേ പ്രാവശ്യം ഇങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഓതിയാൽ നമുക്ക് കാണാതെ അറിയും. നമ്മൾ കാണാതെ ഓതരുത് കേട്ടോ, ഉസ്താദിനൊന്നും ഓതി കൊടുക്കരുത്, ഉമ്മാക്കും ആർക്കും ഓതി കൊടുക്കരുത്. കാണാതെ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. കാണാതെ പഠിക്കണതിന് കുഴപ്പമൊന്നുമില്ല, നോക്കിയിട്ട് ഓതാൻ കിട്ടണം. നോക്കി ഓതാൻ പഠിച്ചിട്ട് കാണാൻ പഠിക്കണതിന് കുഴപ്പമില്ല. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി എന്ത് ചെയ്യും, വേഗം കാണാതെ പഠിക്കും ഇല്ല മക്കളെ. ചിലപ്പോൾ എന്ത് ചെയ്യും, പുസ്തകം ഇങ്ങനെ 2-3 ഓതിയാൽ ചിലപ്പോൾ എന്ത് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പെട്ടെന്ന് കാണാപ്പാടാവും. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ നോക്കിയിട്ട് ഓതാൻ പഠിക്കണം. പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഓതുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് ഓതാൻ കിട്ടണം. ചിലപ്പോൾ എന്ത് ചെയ്യും, ഓതി നമ്മൾ എന്ത് ചെയ്യും, 2-3 പ്രാവശ്യം ഓതി കേട്ടാൽ ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവും, പിന്നെ അത് മറന്നു പോകും, ഓർമ്മയിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്നും അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ഓതാൻ കഴിയും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. അടുത്ത ഇന്ന ശദ്ദുള്ള നൂന് ശദ്ദുള്ള മീമ് എന്ത് ചെയ്യണം, ഉണ്ടെങ്കിലൊന്ന് മണിക്കുക. ഇന്ന പോരാ, ഇന്ന ജഹന്നമ, അവിടെയും ജഹന്നമ കാനത് മിർസാദ, കാനത് മിർസാദ. അടുത്തത് ലിത്വാഗീന മആബ, ലിത്വാഗീന ലിത്വാഗീന. നമ്മുടെ കഴുത്തിൻ്റെ മേലേ ഭാഗത്തു നിന്ന്, മേലെ കഴുത്തുണ്ടല്ലോ അതിന് മേലേ ഭാഗത്ത് നിന്ന് ലിത്വാഗീന മആബ, എന്നുള്ള ഏറ്റവും കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ലിത്വാഗീന മആബ. ലാബിസീന, അവിടെയൊക്കെ ലാമിന് ശബ്ദുണ്ട് അല്ലേ. ലാമിന് ശബ്ദ് തുടക്കത്തിലാണെങ്കിൽ ഇല്ല എന്ന് പറയണ്ട, തുടക്കത്തിൽ പിന്നെ എന്ത് ചെയ്യൂല, ശബ്ദ് പരിഗണിക്കേണ്ടത് നോക്കേണ്ടതില്ല, ഇല്ലാത്തതുപോലെ ഓതുക. ലാബിസീന, ലാബിസീന, നാവിൻ്റെ തലഭാഗം കുറച്ച് ഭാഗം പുറത്തേക്ക് ഇടുക, എന്നിട്ട് പറയാം ലാബിസീന എന്നല്ല, ലാബിസീന ഫീഹാ ഫീഹാ അഹ്ഖാബ, ഫീഹാ അഹ്ഖാബ. لا يذوقون لا يذوق ആ വാവ് എന്തിനുള്ള നീട്ടാനുള്ള അല്ലേ. لا يذوقون فيها بردا ولا بردا ولا بردا ولا എന്നല്ല, بردا ولا شرابا. ഇദ്ഗാമും ബിഗുന്നയാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് അതൊക്കെ നമുക്ക് പിന്നീട് 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിനൊക്കെ ആയിട്ട് പഠിക്കാം. നമ്മുടെ രക്ഷിതാക്കൾക്ക് പഠിക്കാൻ പറ്റിയ, മുതിർന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ പ്രായമൊന്നും തടസ്സമല്ല. മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം. സൗജന്യമായിട്ട്, പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഏതൊരാൾക്കും പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സാണ്. മടി കാര്യങ്ങളൊന്നും വേണ്ട.
പ്രായമായതല്ലേ എങ്ങനെ ഇപ്പോൾ ചോദിക്കുക, അതൊന്നും പ്രശ്നമാക്കണ്ട. ഒരുപാട് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا إلا حميما وغساقا 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 إلا حميما وغساقا ജസാ അവിടെ മദ് കണ്ടില്ലേ, നീട്ടാനുണ്ട്. ജസാഅ വിഫാഖാ ജസാഅ വിഫാഖാ ഇന്നഹും ശദ്ദുള്ള നൂനുണ്ട്, മണിക്കണം. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ كانوا لا يرجون حسابا وكذبوا وكذبوا بآياتنا كذابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا وكل شيء أحصيناه كتابا. ഇൻഷാ അല്ലാഹ് 29 ആയത്താണ് ഓതിയത്, അത് മതി. നമുക്കെന്ത് ചെയ്യാം, സൂറത്തുൻ നാസ് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് മലിക്കി അല്ല മലികിൻ നാസ് إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس من الجنة والناس. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്യാൻ, നല്ല ഉഷാറായിട്ട് മക്കളെ ഓതണം കേട്ടോ. നല്ല ഈണത്തിൽ പരമാവധി എപ്പോഴും ഉസ്താദിനൊക്കെ ഓതി കൊടുക്കുമ്പോൾ, ഉമ്മാക്ക് ഓതി കൊടുക്കുമ്പോൾ നല്ല ഒച്ചയിൽ ഓതി കൊടുക്കണം. അങ്ങനത്തെ കുട്ടികളെ പിന്നീട് നല്ല ഉഷാറായിട്ട് ഓതാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ കലാകാലം നമ്മൾ എന്ത് ചെയ്യണമല്ലോ, നമ്മൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മടിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യും, സൗണ്ട് കുറച്ചിട്ടോ ഓതി കൊടുക്കരുത്. നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കും. ഒരു മടിയും പാടില്ല. തെറ്റുകളുണ്ടാകും, അത് അതിനാണ് ഉസ്താദൊക്കെ ഉള്ളത് അല്ലേ. ഉസ്താദ് എന്ത് ചെയ്യും, പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുക, ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. നല്ല ഉഷാറായിട്ട് ഓദിക്കുക. അപ്പോൾ ഉസ്താദിനെ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞു തരാനൊക്കെ കഴിയുള്ളൂ. ക്ലാസ്സിൽ നിന്നൊക്കെ നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കണം. നല്ല ശബ്ദത്തിൽ ഉള്ളത് അറിയുന്നത് നല്ല ശബ്ദത്തിൽ ഓതി കൊടുക്കുക. അപ്പോൾ ഉസ്താദൊക്കെ ചിലപ്പോൾ തെറ്റുകളൊക്കെ പറയും. ചിലപ്പോൾ അടുത്തുള്ള കുട്ടികൾ, നമ്മളെ കുട്ടികളല്ല, ചില കുട്ടികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊക്കെ ചിലപ്പോൾ കളിയാക്കും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉസ്താദ്മാർ ശ്രദ്ധിക്കുമെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ നല്ല ഉഷാറായിട്ട് ഓതി കൊടുക്കാം. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മളെ ഓത്തിനൊക്കെ ഒരു നല്ല ഉഷാറാവും. എല്ലാവരും പിന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലേക്ക് മാറ്റണം. അതിന് ക്ലാസ്സുകളൊക്കെ നിയന്ത്രമായിട്ട് കേൾക്കുക. നമ്മളെ ചാനലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ക്ലാസ്സുകളൊക്കെ ഇൻഷാ അല്ലാഹ് നഷ്ടപ്പെടാതെ ലഭിക്കും.